ബിജെപിക്ക് അത്രയും സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 11-6 എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ കണക്ക്. ഇപ്പോൾ 2 വോട്ടുകളായിട്ട് സി കൃഷ്ണകുമാറിന്റെ ലീഡ് കുറഞ്ഞിരിക്കുകയാണ്. സി കൃഷ്ണകുമാറിന്റെ ലീഡ് 2 വോട്ടുകളായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. പോസ്റ്റൽ ബാലറ്റുകളിൽ സി കൃഷ്ണകുമാർ പിന്നോട്ട് പോവുകയാണോ എന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ചേലക്കരയിൽ 92 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന UR പ്രദീപാണ്. പാലക്കാട് 2 വോട്ടുകളായിട്ട് 58 വരെ എത്തിയതാണ് ലീഡ് സി കൃഷ്ണകുമാറിന്റെ. അതിപ്പോൾ 2 വോട്ടുകളായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഒരു വലിയ അപ്ഡേറ്റ് ഉണ്ട്. നിങ്ങൾ വീടുകളിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയോ മറ്റു തൊഴിലിടങ്ങളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് സൈറ്റിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയും ഈ റിസൾട്ട് വേഗത്തിൽ അറിയാം. വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ വരെ ന്യൂസ് എയ്റ്റീൻ ഒരുക്കുന്നു. പ്രേക്ഷകർക്ക് യൂട്യൂബ് സംവിധാനം പരമാവധി ന്യൂസ് എയ്റ്റീൻ പേജുകളിൽ വഴി ഉപയോഗിക്കാം. വേഗത്തിൽ ഫലം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. പാലക്കാട് BJPയുടെ ലീഡ് നില വെറും 2 വോട്ടുകളായി മാറുന്നു. തപാൽ വോട്ടുകളുടെ ചാഞ്ചാട്ടമാണ്. അതാണ് സംഭവിക്കുന്നത്. EVM മെഷീനുകളിലേക്ക് എത്തുകയാണ്. അതേസമയം ചേലക്കരയിലേക്ക് പോകുമ്പോൾ ചേലക്കരയിലെ ലീഡ് നില 92 വോട്ടുകൾക്ക് ഇടതുമുന്നണി മുന്നേറ്റം തുടരുകയാണ്. തപാൽ വോട്ടുകളാണ് പുറത്തു വരുന്നത്. EVM മെഷീന്റെ കണക്കുകൾ പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തും. വയനാടിന്റെ ചിത്രം നോക്കുമ്പോൾ വയനാട്ടിൽ 397 വോട്ടുകൾക്ക് UDF സി കൃഷ്ണകുമാറിന്റെ ലീഡ് കൂടി. 36 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ ലീഡ്. ചേലക്കരയിൽ 111 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് UR പ്രദീപ് LDF. അങ്ങനെ പാലക്കാട് 36 BJPയുടെ ലീഡ്. ചേലക്കരയിൽ 111 ലീഡ് നില ഉയർത്തുന്നു ഇടതുമുന്നണി. ചേലക്കരയിൽ 111 ഇടതുമുന്നണി LDF UR പ്രദീപ്. പാലക്കാട് 36 വോട്ടുകൾക്ക് അവിടെ BJP തന്നെ ലീഡ് തുടരുന്നു. 36 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ ലീഡ്. പോസ്റ്റൽ ബാലറ്റുകളിൽ മേധാവിത്വം സി കൃഷ്ണകുമാർ BJP. പാലക്കാട് ചേലക്കരയിൽ 111 വോട്ടുകൾക്ക് LDF മുന്നിൽ. വയനാട്ടിൽ 2300 വോട്ടുകൾക്ക് മുന്നിൽ UDFന്റെ പ്രിയങ്ക ഗാന്ധി 2300 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. ലീഡിൽ കുതിപ്പ് തുടങ്ങിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. 2300 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. വലിയ മുന്നേറ്റത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ. പാലക്കാട് 36 വോട്ടുകൾക്ക് ഇപ്പോഴും BJPയാണ് ലീഡ് ചെയ്യുന്നത്. ചേലക്കരയിൽ 111 വോട്ടുകൾക്ക് LDF മുന്നിട്ട് നിൽക്കുകയാണ്. ട്രെൻഡാണെന്ന് പറയാറായിട്ടില്ല പാലക്കാടും ചേലക്കരയിലും. കൃഷ്ണകുമാർ ഇപ്പോഴും 36 വോട്ടുകൾക്ക് മുന്നിൽ. യെസ്, അതാണ് ചിത്രം. അതായത് തപാൽ വോട്ടുകളുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. EVM മെഷീനുകളിലേക്ക് എത്തിയിട്ടില്ല. EVM മെഷീനുകൾ വളരെ വേഗത്തിൽ ഫലങ്ങൾ പുറത്തു വരും. പാലക്കാട് 36 വോട്ടുകൾക്ക് തപാൽ വോട്ടുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. ചേലക്കരയിൽ 111 വോട്ടുകൾക്ക് ഇടതുമുന്നണി LDF UR പ്രദീപ് മുന്നിൽ നിൽക്കുന്നു. അതേസമയം വയനാട്ടിൽ വളരെ വേഗത്തിൽ 2300 എന്ന വലിയ ലീഡിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നു. മഞ്ജുഷ, വലിയ സൂചകമാണോ വയനാട് നൽകുന്നത്? വയനാട്ടിൽ സ്വാഭാവികമാണ്, വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതാണ് UDF. പക്ഷെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അത്രയും ലീഡിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമേ ഇനി അറിയാനുള്ളൂ. പാലക്കാട് 38 വോട്ടുകളല്ലേ, 21 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുമ്പോൾ രണ്ടാമതുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. സരിൻ 3-ാം സ്ഥാനത്താണ്. ഇപ്പോൾ 1-ാം സ്ഥാനത്ത് ഇപ്പോഴും സി കൃഷ്ണകുമാർ 21 വോട്ടുകൾക്ക്. രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിലാണുള്ളത്. യെസ്, അതാണ് ചിത്രം. പാലക്കാട് BJP തന്നെ ലീഡ് നിലനിർത്തുന്നു. എല്ലാ സമീപകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാലക്കാടിലെ ആദ്യ റൗണ്ടുകളിലും ആദ്യ സൂചനകളും BJPക്ക് അനുകൂലമായിരുന്നു. ആ ട്രെൻഡ് തന്നെ ഇത്തവണയും പാലക്കാട് 21 വോട്ടുകൾക്ക് BJP ലീഡ് നിലനിർത്തുകയാണ്. ചേലക്കരയിൽ 111 വോട്ടുകൾ ഇടതുമുന്നണി. ഇതാണ് സാഹചര്യം. തുടക്കത്തിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം പാലക്കാട് പ്രകടമാകുന്നു എന്നതാണ് സാഹചര്യം. അത് വളരെ പ്രകടമാണ് അല്ലെ മഞ്ജുഷ്? മാറിമറിയുന്ന അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന സാഹചര്യം പാലക്കാട് പ്രകടമാകുന്നു. തപാൽ വോട്ടുകളിലെ ഈ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം സ്വാഭാവികമായിട്ടും വോട്ടിംഗ് മെഷീനുകൾ എണ്ണാനെടുക്കുമ്പോഴും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും 21 വോട്ടുകൾക്കാണ് പാലക്കാട് BJP മുന്നിട്ട് നിൽക്കുന്നത്. ആദ്യ റൗണ്ടിൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ് അറിയുവാനുള്ളത്. അത് ഒരു സൂചനയായിട്ട് തുടക്കത്തിൽ കരുതാൻ പറ്റും. ആദ്യ റൗണ്ട് അല്പസമയത്തിനകം അവസാനിക്കും. വോട്ടിംഗ് മെഷീനുകൾ എണ്ണാനെടുക്കുമ്പോൾ മാത്രമേ അത് അറിയുവാൻ കഴിയുകയുള്ളൂ. 18 പാലക്കാട് BJPയുടെ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. 18 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ചേലക്കരയിലും മാറുന്നു. 126 ചേലക്കരയിൽ ഇടതുമുന്നണിയുടെ ലീഡ് നിലയിൽ മാറ്റമുണ്ടാകുന്നു. അതേസമയം പാലക്കാട് 18 വോട്ടുകളായി സി കൃഷ്ണകുമാർ തന്നെ തപാൽ വോട്ടുകളിലെ ലീഡ് നില നിലനിർത്തുന്നു. 18 വോട്ടുകൾക്കാണ് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നത്. വയനാട്ടിൽ 2300 എന്ന കണക്കിൽ ലീഡ് നിലയിൽ പ്രിയങ്ക ഗാന്ധി തന്നെ ലീഡ് ചെയ്യുന്നു. അതാണ് ചിത്രം. വയനാട്ടിലും തപാൽ വോട്ടുകളുടെ കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. 2300 എന്ന കണക്ക് ഒരു വലിയ മജോറിറ്റി നൽകുന്നു എന്ന സൂചന കൂടിയാണോ എന്ന സംശയം കൂടി പ്രകടമാകുന്നുണ്ട്. എന്തായാലും പാലക്കാടും ചേലക്കരയിലും വേഗത്തിൽ ഫലം പുറത്തു വരുന്നു. പാലക്കാട് 18 വോട്ടുകൾക്ക് ഇപ്പോഴും 8 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് പാലക്കാട്
സി കൃഷ്ണകുമാർ 8 വോട്ടുകൾക്ക് രാഹുൽ മാറുന്നു. അവിടെ UDF ലീഡ് പിടിക്കുന്നു. UDF പാലക്കാട് ലീഡ് പിടിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം 8 വോട്ടുകൾക്ക് UDF ലീഡ് പിടിക്കുന്നു. എന്താണ് സൂചന? ഇഞ്ചോടിഞ്ച് പോരാട്ടം പാലക്കാട്. മാറി മറിയുന്ന ഫലസൂചനകൾ. തുടക്കം തൊട്ടേ സസ്പെൻസ്, തുടക്കം തൊട്ടേ പാലക്കാട് പറയുന്ന രാഷ്ട്രീയം പ്രകടമാണ്.